വിദ്വേഷ പരാമർശത്തിലും കലാപാഹ്വാനത്തിലും RSS സൈദ്ധാന്തികൻ TG മോഹൻദാസ് കസ്റ്റഡിയിൽ. തിരുവനന്തപുരം സൈബർ പോലീസ് എറണാകുളം മട്ടാഞ്ചേരിയിലെ വീട്ടിലെത്തിയാണ് കസ്റ്റഡിയിലെടുത്തത്. ആര്യ വിനോദ് ചേരുന്നുണ്ട്. ആര്യ, അങ്ങനെ ഒടുവിൽ TG മോഹൻദാസിനെ കസ്റ്റഡിയിലെടുക്കുന്നു. കഴിഞ്ഞ 1 മണിക്കൂറായി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോലീസുണ്ട്. ചോദ്യം ചെയ്യൽ നടപടികളൊക്കെ തുടരുകയായിരുന്നു. കസ്റ്റഡിയിലെടുക്കുന്നു. ഇനി നാളെ കോടതിയിൽ ഹാജരാക്കുമല്ലേ? തിരുവനന്തപുരം സൈബർ പോലീസാണ് എറണാകുളം മട്ടാഞ്ചേരിയിലെ വീട്ടിലെത്തി ഇപ്പോൾ TG മോഹൻദാസിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ആര്യ, കേൾക്കാമോ? വിദ്വേഷ പരാമർശത്തിലും കലാപാഹ്വാനത്തിലുമാണ് RSS സൈദ്ധാന്തികനായിട്ടുള്ള TG മോഹൻദാസിനെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. തിരുവനന്തപുരം സൈബർ പോലീസ് കഴിഞ്ഞ 1 മണിക്കൂറായി മട്ടാഞ്ചേരിയിലെ മോഹൻദാസിന്റെ വീട്ടിലുണ്ട്. അവിടെ ചോദ്യം ചെയ്യൽ നടപടികളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കസ്റ്റഡിയിലേക്ക് എടുത്തിരിക്കുന്നത്. ഇനി നാളെ ഇദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കും. സ്വാഭാവികമായ പല നടപടികളും, അതായത് വൈദ്യപരിശോധന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ആര്യ വിനോദ് ചേരുകയാണ്. ആര്യ, വിവരങ്ങൾ. ഭദ്ര, ഇപ്പോൾ അവസാനമായി പുറത്തുവരുന്നത് ഇവരെ കസ്റ്റഡിയിലെടുത്തു എന്നുള്ള വിവരമാണ്. തുടർന്ന് ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് ശേഷം നാളെ കോടതിയിലേക്ക് ഹാജരാക്കും ാണ് ഇപ്പോൾ 11 ദിവസമായി കേസെടുത്തത്. ഇന്നാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നുള്ള സൈബർ പോലീസ് ഇവിടെ എത്തി പരിശോധന നടത്തിയത്. 5 മണിയോടുകൂടിയായിരുന്നു ഇവിടെ സൈബർ പോലീസ് എത്തിയത്. ഇപ്പോൾ 1.5 മണിക്കൂർ നീണ്ട പരിശോധനയ്ക്ക് ശേഷമാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു എന്നുള്ള വിവരം കൂടെ പുറത്തുവരുന്നത് എന്നുള്ളതാണ്. വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിനെതിരെ ജന്തർ മന്ദിറിൽ നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ നടത്തിയ വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധത്തിനെതിരെയായിരുന്നു വിദ്വേഷ പരാമർശം TG മോഹൻദാസ് നടത്തുകയുണ്ടായത്. അതിനെ തുടർന്ന് നിരവധി കേസുകൾ ഇതിൽ തന്നെ രജിസ്റ്റർ ചെയ്യുകയുണ്ടായി. തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസാണ് മോഹൻദാസിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. തുടർന്ന് ഇപ്പോൾ 11ാമത്തെ ദിവസമാണ് കേസെടുത്തിട്ട് 11ാമത്തെ ദിവസമാണ് ഇപ്പോൾ പരിശോധനയ്ക്കായി ഇവിടെ സിറ്റി സൈബർ പോലീസ് എത്തുന്ന ഒരു സാഹചര്യം. പിന്നീട് ഇപ്പോൾ 1.5 മണിക്കൂർ നീണ്ട പരിശോധനയ്ക്ക് ശേഷം കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് ശേഷം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ്. നാളെ കോടതിയിൽ ഹാജരാക്കി മറ്റ് നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. കലാപാഹ്വാനം തുടങ്ങിയ സ്ത്രീകളെ അപമാനിക്കൽ, വ്യക്തി അധിക്ഷേപം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് ഇവർക്കെതിരെ കേസും എടുത്തിരിക്കുന്നത്. AIY സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോന്റെ പരാതിയിലാണ് ഈ ഒരു നടപടി എടുത്തത് എന്നുള്ളതും കൂടിയാണ്. അപ്പോൾ ഈ ഒരു പരാതിക്ക് ശേഷം പോലീസിന്റെ ഇത്രയും ദിവസം നീണ്ട മൗനത്തിന് ശേഷം തുടർന്ന് ഇന്ന് പെട്ടെന്നൊരു ദിവസം രാവിലെ ഉണ്ടായൊരു നടപടി നമുക്ക് എല്ലാവർക്കും അറിയാം. ആയിങ്കയെ കസ്റ്റഡിയിലെടുക്കുന്നു, മറ്റ് നടപടിയിലേക്ക് കടക്കുന്നു. തുടർന്ന് ഇപ്പോൾ വൈകുന്നേരം ആയപ്പോൾ TG മോഹൻദാസിന്റെ വീട്ടിൽ തിരുവനന്തപുരത്ത് നിന്നുള്ള സൈബർ പോലീസ് സംഘം എത്തുന്നു, പരിശോധന തുടങ്ങുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ 1.5 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനും മറ്റ് അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പ് വീഡിയോ ചിത്രീകരിക്കാനുള്ള ക്യാമറ, മൊബൈൽ ഫോൺ തുടങ്ങിയ ഇലക്ട്രിക് ഉപകരണങ്ങളുടെ പരിശോധനയ്ക്ക് ശേഷം കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും. നാളെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. അതെ, തീർച്ചയായും ആര്യ, അതായത് 11 ദിവസത്തിന് ശേഷമാണ് കേസെടുത്ത് 11 ദിവസത്തിന് ശേഷം കലാപാഹ്വാനത്തിനടക്കം കേസെടുത്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, പോലീസിനെ സംബന്ധിച്ചിടത്തോളം, ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ നിരവധിയായിട്ടുള്ള വിമർശനങ്ങളും ഉയരുന്നുണ്ടായിരുന്നു. അർജുൻ ആയങ്കിക്കെതിരെയൊക്കെ വലിയ രീതിയിൽ വലവിരിച്ച് നടക്കുമ്പോഴാണ് എന്തുകൊണ്ട് മോഹൻദാസിനെ പിടികൂടുന്നില്ല എന്ന രീതിയിലൊക്കെ ചില പരാമർശങ്ങളും ചില വിമർശനങ്ങളും ഒക്കെ ഉയർന്നിരുന്നു. അതിനിടയ്ക്കാണ് ഇപ്പോഴിതാ കസ്റ്റഡിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എന്നുള്ളതുകൂടിയുണ്ട്. ആര്യ, തീർച്ചയായിട്ടും നിരവധി നീണ്ട ഈ ഒരു അതിശയ പരാമർശത്തിന് ശേഷം വീഡിയോ സമൂഹ മാധ്യമങ്ങൾ പ്രദർശിപ്പിച്ചതിനു ശേഷം തന്നെ നിരവധി അതിശയ പരാമർശങ്ങളായിരുന്നു ഇദ്ദേഹത്തിനെതിരെ വന്നത്. എല്ലാവരും ഇദ്ദേഹത്തിനെതിരെ നീങ്ങുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നിട്ടും പോലീസ് ഇതിനെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ളൊരു സാഹചര്യം നീങ്ങുകയായിരുന്നു. അതിനിടയിലാണ് പെട്ടെന്ന് ഇന്ന് രാവിലെ ഉണ്ടായ നീക്കം. അതിനുശേഷം വൈകുന്നേരം ഈ ഒരു കൊച്ചി മട്ടാഞ്ചേരിയിലെ വീട്ടിലേക്ക് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നുള്ള സംഘം ഇവിടെ എത്തുന്നു, ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. ഇത്രയും ദിവസം എന്തുകൊണ്ട് മൗനം തുടർന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ ഇപ്പോഴും ബാക്കി തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇത്രയും ദിവസം യാതൊരു നടപടിയും സ്വീകരിക്കാതെ കേസെടുത്ത് മറ്റ് നടപടികളിലേക്ക്
സ്വീകരിക്കേണ്ട ദിവസങ്ങളൊക്കെ കടന്നുപോയിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്ത ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് കലാപാഹ്വാനത്തിന് അടക്കം കേസെടുത്തൊരു സാഹചര്യം നിലനിന്നിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇന്ന് 29 കഴിഞ്ഞ മാസം 29-ാം തീയതി എടുത്ത കേസ് ഇപ്പോൾ 11 ദിവസത്തിന് ശേഷം ഇപ്പോഴാണ് ഈ ഒരു നടപടി തന്നെ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ 1.5 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം അദ്ദേഹത്തിന്റെ കസ്റ്റഡി എടുത്തിരിക്കുന്നു. തുടർന്ന് മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം നാളെ കോടതിയിൽ ഹാജരാക്കുകയും മറ്റ് നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും എന്നുള്ളതാണ്. നേരത്തെ തന്നെ വലിയ രീതിയിലുള്ള പരാമർശമായിരുന്നു, വിവാദ പരാമർശമായിരുന്നു വീഡിയോയിൽ അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായത്. ഈ